ഒരു മനുഷ്യ ജീവന് തന്നെ കേരളത്തിൽ വിലയില്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ചികിത്സാർത്ഥം അമേരിക്കയിലുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അഭിപ്രായത്തിനൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ അധികാരത്തിൽ വരാൻ സഹായിച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് രണ്ട് കാലിൽ നടന്നു പോയാൽ തിരിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് വരുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ അവർ സമരം നടത്തുക. ആ സമരത്തിന് ആധാരമായ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ ഹെഡായ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പരാമർശമാണ് അന്ന് ഏറ്റവും വലിയ ചർച്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ശസ്ത്രക്രിയ കാത്ത് 4 രോഗികൾ കിടക്കുന്നുണ്ട്. ഒരാളെ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപകരണം പോലും ഇവിടെ ഇല്ല. ഞാൻ നിലവിലുള്ള ഗവൺമെൻറ്റിനും മന്ത്രിക്കൊക്കെ സന്ദേശങ്ങൾ അയച്ചെങ്കിൽ ഞാൻ മറുത്തു. ഞാൻ സർവീസിൽ നിന്ന് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സംഭവങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്നവരെ എഴുതുന്ന പോസ്റ്റ്. അതിനെ തുടർന്ന് മാധ്യമങ്ങൾ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ പോലും ശൗചവികാസത്തെക്കുറിച്ച് നിരന്തരം വാർത്തകൾ. ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ പത്രം വിറ്റ് ജീവിക്കുന്ന 65 വയസ്സായ ഒരു വ്യക്തികൾ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. അയാൾ നിലത്ത് തെറിച്ചു വീണു, പരിക്ക് പറ്റി, കൈയൊടിഞ്ഞു. അദ്ദേഹത്തിന് നേരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ അവസാനം പറഞ്ഞവരെ പറ്റിയില്ല, മെഡിക്കൽ കോളേജിൽ കൈ ഒടിപ്പിക്കാനാണ് ജോലികൾ. കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ട് അഡ്മിറ്റായിട്ട് പോയി. വ്യാഴാഴ്ചയായിട്ടും എന്താണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അവസാനം രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞ് ശസ്ത്രക്രിയ നടത്തിയതിനെക്കാട്ടി കയ്യെ ഉപയോഗിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഉടനെ ഇവർ കുറിച്ചു കൊടുത്തു, ഒരു മരുന്നോടെ സ്റ്റോപ്പില്ല. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മരുന്നിൻ്റെ കുടിശ്ശിക വരുത്തിയതുകൊണ്ട്, കാശിന് കുടിശ്ശിക വെച്ചത് മരുന്ന് സപ്ലൈ ചെയ്തു. ഡോക്ടർ കുറിച്ചു കൊടുത്തു വാങ്ങേണ്ട മരുന്നുകളുടെ പേര്, അതിന് പുറമെ ശസ്ത്രക്രിയ നടക്കുന്ന ഉപകരണങ്ങളുടെ പേര് പോലും കുറിച്ചു. ആലോചിച്ച് നോക്കണം. 65 വയസ്സ് കഴിഞ്ഞ ഒരു പാവം ഒന്നാമത്തെ പത്രം വിധിയിരിക്കും. ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ കൈയൊടിഞ്ഞ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട എക്യുപ്മെന്റ്സുകളുടെ ലിസ്റ്റാണ് ആ കോളേജിൽ എഴുതിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിക്കടിയുണ്ടാകുന്ന പല സംഭവം. ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ്. കോവിഡിന് മാത്രമല്ല, കോവിഡ് മരണങ്ങൾ നടക്കുന്നതെന്ന് പറയുക. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ മൊത്തം 9 മരണം നടക്കുകയും 6 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡിനെ പ്രതിരോധിച്ച ഗവൺമെന്റ് എന്ന ഇമേജിലാണ് ഇവിടെ ഭരണം തുടർച്ചയില്ല. കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റുകൾ എല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും തകർച്ചയുണ്ടായത് ആരോഗ്യവും. ഇതെല്ലാം ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ മെഡിക്കൽ കോളേജിന്റെ പോരായ്മ പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ പേഴ്സണലായി പോലും വിമർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരാമർശം ആരോഗ്യ മേഖല ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെടുക്കുന്ന ആരോഗ്യ മേഖല മോശമാണെന്ന പ്രതീതി ഉണ്ടാക്കാൻ കാരണമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്ടറെ വിട്ടുകൊടുത്തത്. അതാണ് ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ രാജിവെക്കേണ്ടി വന്നായി. ആ രാജിവെണ്ടെങ്കിലും ഈ മെഡിക്കൽ കോളേജ് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് അദ്ദേഹം ഇന്നലെയും ജനവിധത്തോടെ പറഞ്ഞു.
ഞാൻ ചോദിക്കട്ടെ, ഒരു മെഡിക്കൽ കോളേജിൽ ജനങ്ങളെ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഡോക്ടർക്ക് നാളെ സസ്പെൻഷനോ ഡിസ്മിസോ ആണെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഡോക്ടർമാർ രോഗികളെ സഹായിക്കുക എങ്ങനെയാണ് ചോദിച്ചത്? ഇവിടെ നേരത്തെ പാലക്കാട് കാര്യം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് 2ാം മെഡിക്കൽ കോളേജ് ഉള്ളത്. എൻ്റെ പഴയ നിയോജകമല്ല, ഞാൻ നമ്മുടെ MLA. ചെറുകിട പ്രകാശ് ആദ്യം ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അതിൽ ചടങ്ങിൻ്റെ വിഭാഗത്തിന് ജനറൽ ആശുപത്രിയിൽ വന്നു. സ്ഥലം കണ്ട് അധികം പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2ാമത് മെഡിക്കൽ കോളേജ് പഠിക്കുക അത് ചോദിക്കാൻ ഇപ്പോൾ ഓർക്കുക. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ശിവകുമാർ വകുപ്പ് മന്ത്രിയായിരിക്കും. അങ്ങനെ അനുയോജ്യമായ സ്ഥലം ജനറൽ ആശുപത്രിയിൽ കണ്ടെത്തി സ്റ്റുഡൻസിന് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ, പഠന കോൺഫറൻസ് ഹോൾ എല്ലാം സജ്ജീകരിച്ചതിന് ശേഷമാണ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന് അത് നാടിന് സമർപ്പിച്ചു. അന്ന് ശ്രീ രമേശിൽ നിന്നുള്ള ആദ്യത്തിലാണ് അതേ പറയുന്ന കാര്യം ഇപ്പോൾ ഉറപ്പാണ്. ഇതേപോലെ മെഡിക്കൽ കോളേജുകളുടെ സംഖ്യ വർദ്ധിച്ചാൽ രോഗികൾക്ക് ചികിത്സിക്കാൻ മാത്രമല്ല, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഉണ്ടാവും എന്നദ്ദേഹം പറയുക. അത് പറയാൻ കാരണം തലേ ദിവസം അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതേപോലെ ഞങ്ങളുടെ സർക്കാർ അതായത് കൂട്ടിക്കുന്നു അന്ന് പ്രഖ്യാപനമാണ്. ഏതായാലും ആ കാര്യത്തിലെങ്കിലും CPM വാക്ക് വന്നു കൂട്ടി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 100 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന സൈറ്റ് പരിശോധിച്ച് 100 സീറ്റാണ് സെലക്ട്. ചില പറഞ്ഞാൽ ബോർഡ് മാറ്റി വെച്ചാൽ അല്ല, ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വന്ന സൈറ്റ് പരിശോധിച്ചിട്ടാണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന സൈറ്റ് പരിശോധിച്ചിട്ടാണ് 100 സീറ്റ് സെലക്ഷൻ ആക്കുന്നത്. ആ 100 സീറ്റ് മെറിറ്റിലാണ്. നമ്മൾ നോക്കണം, മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജാണ്. മാനേജിംഗ് ഹോട്ടലൊന്നുമില്ല, ലക്ഷങ്ങൾ കൊടുക്കണ്ട. കഴിവുള്ളവർക്ക് പഠിക്കാൻ സൗകര്യമുള്ള സംവിധാനമാണ്. അങ്ങനെ മെഡിക്കൽ കൗൺസിൽ സെലക്ഷൻ ആക്കിയിട്ട് പോലും എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ കൂട്ടിച്ചത്? ഞാനന്ന് മുഖ്യമന്ത്രി നേരിട്ടാൻ വിളിച്ചു. എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കണം. നദിയോട് പറഞ്ഞു, ഞങ്ങളുടെ നയമാണ് ഇത് സാധ്യത. മാത്രമല്ല, അന്ന് യുവ സർക്കാരിനോടുള്ള കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രവർത്തനം പോലും സ്തംഭിച്ചു. അതുകൊണ്ടുണ്ടായ ദുരന്തം എന്താ അറിയോ? കോവിഡ് രോഗം വന്നപ്പോ കാസർഗോഡൊക്കെയുള്ള രോഗികൾ സ്ഥിരമായിട്ട് മംഗലാപുരത്ത് ചെക്കപ്പിനും ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് അവര് മംഗലാപുരത്തേക്ക് പോവാണ്. എന്നാൽ നമ്മുടെ കർണാടകത്തിലെ BJP സർക്കാരാണ്. അവർ കേരള അതിർത്തിയിൽ തലപ്പാടിയിൽ മതിൽ കെട്ടി, നാഷണൽ ഹൈവേയുടെ നടുവിൽ മതിൽ കെട്ടിക്ക് പറഞ്ഞു, കേരളത്തിലെ രോഗികൾക്ക് ചികിത്സിക്കാനല്ല കർണാടക സംസ്ഥാനം പോകുന്നത്. നമ്മൾ അപമാനിച്ചു. അതിർത്തിയിൽ വെച്ച് എത്രയോ രോഗികളെന്ന് മരണപ്പെടുന്നുണ്ട്. അതൊന്നും കോവിഡ് മരണത്തിന്റെ ലിസ്റ്റ് വന്നിട്ടില്ല. പിന്നീട് മെഡിക്കൽ രംഗത്തുണ്ടായ ഓരോ ചലനങ്ങളും പാവപ്പെട്ട രോഗികളെ കഷ്ടപ്പെടുത്തുകയും മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഏറ്റവും അവസാനമാണ് കോട്ടയത്ത് ഇന്നലെ കെട്ടിടം, മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നുവിടുന്നത്. ഞങ്ങൾ തകർന്ന വീടിനേക്കാൾ ഗൗരവമാണ് ഒരു മന്ത്രി നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന. ഇവിടെ സർക്കാരിനാണെങ്കിൽ പങ്കെടുക്കാൻ ചെന്ന ആരോഗ്യമന്ത്രി ആ ജില്ലക്കാരനായ മന്ത്രി വാസവനോടൊപ്പം സൈറ്റ് സന്ദർശിച്ചിട്ട് ഒരു പറഞ്ഞെന്താ, ഇത് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ്, പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാണ്, അതിന്റെ എല്ലാ സൗകര്യവും ഒരുക്കി കഴിഞ്ഞു.
കൂട്ടിക്കിടക്കുന്ന ഇത് അൺഫീറ്റായതുകൊണ്ടാണ് കെട്ടിടം മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇവിടെ ആരും ഇതിന്റെ ഇടയിലൊന്നും കൂടി ഇവിടെ ആരും താമസമില്ല, ആരും ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് അങ്ങനെയല്ല, കുടിക്കാനൊക്കെ ഈ കെട്ടിടം ഞങ്ങൾ പോകാറുണ്ട്. ഒരു സ്ത്രീ നേരത്തെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജാതി വരുന്നത് ഇവരൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അടിയിൽ ആരെങ്കിലും വെട്ടിട്ടുള്ള പരിശോധന അപ്പോഴേക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് 1.5 മണിക്കൂറൊക്കെ ശ്വാസം കിട്ടാതെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയും. ഇവിടുത്തെ ചോദ്യം അങ്ങനെ ആരുമില്ല എന്ന് ആധികാരികമായിട്ട് മന്ത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതായാലും ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരു മന്ത്രിയായിട്ട് പറയും. അതുവരെ ആരുമില്ലാതെ പ്രഖ്യാപിക്കുകയും ഏതാണ്ട് 1.5-2 മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ താമസിക്കുകയും ചെയ്തപ്പോ ബിന്ദു എന്ന പാവപ്പെട്ട സ്ത്രീ മരണപ്പെടുകയാണ്. ഇന്ന് ശവസംസ്കാരത്തിന്റെ സമയത്ത് ഒരു നല്ലൊരു ബുദ്ധിമുട്ടാക്കിയുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവർ വരാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ മന്ത്രിക്ക് ഉത്തരവാദിത്വം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സംഭവങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഓരോ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും ഡോക്ടർമാരുണ്ടോ, സ്റ്റാഫ് മരുന്നുണ്ടോ? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രോഗിയെ ഒരു കെട്ടിടത്തിന് ഒരു പരിക്ക് പറ്റിയ വ്യക്തി മഞ്ഞക്കാടുള്ള ഒരു തൊഴിലാളി അവിടെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇദ്ദേഹം മരുന്നുമില്ല, ഒന്നുമില്ല. അവസാനം സ്കാനിങ് വിഷയം പോലെയാണ് പ്രവർത്തിച്ചില്ലാതെ സ്കാൻ ചെയ്യാൻ പുറത്തുകൊണ്ടു വന്നു. മഞ്ഞക്കാടുണ്ടായിട്ട് പോലും 82,000 രൂപയാണ് വ്യക്തികളെന്ന് ചെലവായത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇറക്കി വിട്ടുക പറയുന്നത് ആശുപത്രിയിൽ. അപ്പൊ ഞാൻ ഇതാണ് അവസ്ഥയിൽ എത്ര ആളുകളെ ഏർപ്പെട്ട് വിളിക്കുമ്പോൾ എല്ലാ വർഷവും ഓരോ വ്യക്തികൾ ഏർപ്പെട്ടിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നവർ മരിക്കാൻ കുട്ടികളുണ്ട്. ഒരു ഭാഗത്ത് തെരുവായിട്ട് നടക്കുക. വനപ്രദേശങ്ങളിലാണെങ്കിൽ വലിയ ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതിനേറെ നീങ്ങിയായിക്കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. പിണറായി വന്നതിന് ശേഷം മണ്ണിൽ തൊഴിലുണ്ടല്ലോ. കേരളം കണ്ട നാട് പിടിച്ചാൽ നാട് പിടിക്കുന്നു. ഞാൻ കടലിൽ വെച്ച് കപ്പലിൽ ജീവിച്ചു. ഇന്ത്യ എവിടെ കഴിച്ചു കടലിലാണ് കപ്പലിൽ ജീവിച്ചു. അതിലെ കണ്ണയുടെ എല്ലാം ഒഴുകാണ് കടലിൽ. അതിലെ മാല വിഷാംശങ്ങൾ കടലിൽ കലർന്നു എന്ന് വാർത്തകൾ വന്നപ്പോ ഇന്ന് മത്സ്യം വാങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ്. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പ്രശ്നമാണ്. ആകാശത്ത് കാലയെ കണ്ടാൽ വളരെ പറയും ഇന്ന് കടലിൽ പോകാൻ പറഞ്ഞു. കടലിൽ പോകാൻ കഴിയുന്നില്ല. പോയ സന്ദർഭത്തിൽ പിടിക്കുന്ന മത്സ്യബന്ധക്കാരും കഴിയും. അവര് പറ്റുന്നു. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആരോഗ്യമുണ്ട്. അവരെ കുറിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സിറ്റേക്ക് പറഞ്ഞത് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്തതുണ്ട്. നമ്മളാരും പറയുന്നത് UDF-കാരെ ആരും വിളിക്കാൻ പോകാറ്. ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രിയെ കുറിച്ച് പറഞ്ഞത്. ചന്ദ്രന്റെ കാര്യം ചോദിക്കാറാണ്. ഞാനത് ഈ മന്ത്രിയെ കൊണ്ട് പരിപാടിക്ക് പറ്റില്ല. എത്രയും പെട്ടെന്ന് രാജി എഴുതി വാങ്ങി കേരള വാർത്ത വായിക്കാൻ വന്നപ്പോ അവിടെ എന്റെ ചരിത്രം പരിശോധിക്കുക. ഞാൻ ചോദിക്കുന്ന കേവലത്തെ
ഭരിക്കാനാണെങ്കിൽ ഇറങ്ങി പോകണം. ഈ നമ്മളെ പറയും സമൂഹത്തില് രണ്ട് തരക്കാരുണ്ട്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഏത് കൈകാര്യം ചെയ്താലും താമസം കഴിയുക. നാളെ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ടവൊക്കെ കൊണ്ടാക്കുന്നത്. രണ്ടാമത്തെ കൂട്ടരുണ്ട് തൊട്ടവൊക്കെ കോമാക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ അവരെവിടെയൊക്കെ പ്രവർത്തിച്ചിട്ട് അവരൊക്കെ കുറയ്ക്കും. അവർ വാർത്ത വായിച്ച് ചാനലിന്റെ റെക്കോർഡിംഗ് പോലും ഇപ്പൊ കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നതോടുകൂടെ ആ പാർട്ടിയുടെ കർണശീലി ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ആരോഗ്യവകുപ്പിനെ വെല്ലുവിളിച്ച് മാറ്റി. പിന്നെ അനാരോഗ്യവകുപ്പ് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടി ഹോസ്പിറ്റലിൽ കെട്ടിടം ഉണ്ടാകുന്ന 3 മാസം മുമ്പ് ആ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ 4-ാം ദിവസം തീപിടിച്ചു. 4 രോഗികൾ മരണപ്പെട്ടു. ഈ മന്ത്രി അതിന് പറയുകയാണ് 4 പേര് മരിച്ചത് മറ്റേ തീ പൊള്ളിയിട്ടല്ല, ഹൃദയം നിന്നുകൊണ്ടുണ്ടാകുന്നു. ഞാൻ പറയട്ടെ, ആളുകൾ തൂങ്ങിച്ചാവും, ഹൃദയം നിൽക്കുമ്പോഴേക്കാവും തൂങ്ങിയാലും അതെല്ലാവരും പറഞ്ഞത്. ഇത് വെയിലേക്ക് കിടക്കുന്ന രോഗി നോക്കി പുറത്ത് തീ വെക്കുക, ഉള്ള ആദ്യം നിന്നുപോയി ശരിയാണ്. പുറത്ത് അതായത് വെയിലേക്ക് കിടക്കുന്ന ഹൃദയരോഗി പുറത്ത് തീ വെക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് ഒഴിച്ചുപോയി ശ്വാസം പോയി. ഇനി മന്ത്രി പറയണേ ശ്വാസം ഹൃദയം നിന്നുകൊണ്ടാണ് മരിച്ചാൽ തീ പൊടിക്കുന്നത്, എവിടെയും ഓരോ മരിക്കുന്നു. ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞു. ഒരു കാര്യം പറയാം, 8 മാസം കഴിഞ്ഞ് സർക്കാർ മാറും, അതിനനുസരിച്ചൊന്നുമില്ല. പക്ഷേ ആ 8 മാസത്തിനിടയിൽ നമുക്കൊക്കെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വോട്ടർമാർ അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ്. അതിന് സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോ അവർക്കൊക്കെ നാളെ വോട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാരില്ല, മെഡിസിൻ പോലുമില്ല. അപ്പൊ എവിടെ ചെന്നാലും ഇപ്പോഴത്തെ ഒരവസ്ഥ പിണറായി ഭരിക്കുന്ന കാലത്ത് പല പ്രദേശങ്ങളിൽ വലിയ ജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരിക ആൾക്കാരെ കൊണ്ടാണ്. അതിലെല്ലാ ഇതും കാട്ടുപോത്ത് മുതൽ കാട്ടാന വരെ ഇറങ്ങി വിലസുകയാണ്. അവർ വിചാരിച്ചത് ഞങ്ങളെന്തിനാ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഞങ്ങളെക്കാൾ ദുഷ്ടന്മാർ നാട് ഭരിക്കുകയാണ്, പിന്നെ ഞങ്ങളെന്തിനാ കാട്ടിൽ കയറി കഷ്ടപ്പെടും, ഇറങ്ങുക. ഏറ്റവും രസകരമായ കാര്യം, വലിയ മൃഗങ്ങൾ വന്ന ജനങ്ങളെ കൊല്ലുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂരെന്ന് പറയുന്നത്. ആ നിലമ്പൂരിൽ കഴിഞ്ഞ റിസൾട്ട് വന്നിട്ട് കാട്ടാനെ ഒട്ടിക്കുന്നു. എന്നിട്ട് അവിടെ ആൾക്കാര് ഗവൺമെന്റിനോട് പറയാം ഞങ്ങളെ ജീവൻ രക്ഷിക്കണം എന്ന് പറയുമ്പോ അവിടെ ചെന്നിട്ട് ഇടതുപക്ഷക്കാരൻ പ്രസംഗിക്കുകയാണ്. ദാരിദ്ര്യരേഖയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് ദാരിദ്ര്യരേഖയല്ല ഞങ്ങൾക്ക് അറിയുന്നത്, ഞങ്ങൾ ആരെ വിടാൻ വരും, ഞങ്ങളെ രക്ഷിക്കാൻ നോക്കും. അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഈ സർക്കാർ തകർക്കാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നു. പാവപ്പെട്ട ആശാ വർക്കർമാരെ ശ്രമിക്കുന്നു പറഞ്ഞെന്താ അറിയോ? ജീവോധന ശ്രമം നടത്തുക. ആ പാവങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നത് ഓൺലൈനിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അസഹകരണത്തിൽ 3000 രൂപയും കൂട്ടിയതാണ് ഞങ്ങൾ പോയിക്കോളാം. ഒരു കാശ് പോലും കൂട്ടാൻ തയ്യാറാണ്. എത്ര ദിവസം കഴിഞ്ഞ് സമയം ഏതാണ്ട് 180 ദിവസത്തിലേക്ക് പ്രവേശിച്ചു. തിരിഞ്ഞു നോക്കിയോ മുഖ്യമന്ത്രി? എന്നിട്ട് മുമ്പ് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ധരിച്ചുകാരോ നിൽക്കുന്നു. കാരണം അത്ര ഗംഭീര ചികിത്സയാണ് സർക്കാർ ആശുപത്രികളിൽ. പക്ഷേ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ തന്നെ പോകും. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതുപോലെ ക്രമസമാധാനം തകർച്ച, സാധനങ്ങളുടെ തീവ്ര, ഇതൊന്നും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഗവൺമെന്റ് വിശ്വാസമില്ല. സർക്കാർ ജീവനക്കാർ സമരത്തിൽ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ കുറെ കാലമായിട്ടില്ല. റിട്ടയർ ചെയ്ത സമരത്തിൽ
പെൻഷൻ വെച്ചിട്ടില്ല. സെക്രട്ടറിയുടെ മുമ്പിൽ പ്രതിപക്ഷത്തിനെ പോലെ തന്നെ പറഞ്ഞ വിഷയക്കാരെ സമരത്തിൽ എല്ലാം ഹൗസ്ഫുള്ളാണ്. കഴിഞ്ഞ സമയത്ത് സമരങ്ങൾ AG's ഓഫീസിന്റെ പരിസരത്തേക്ക് മാറ്റി. അവരുടെ AG's ഓഫീസിനെതിരായിട്ടുള്ള സമരമല്ല, സെക്രട്ടറിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരത്തിന് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് എല്ലാം പറഞ്ഞു. അവിടെ ഒരു കാര്യം തറപ്പിച്ച് പറയാം, ഈ ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി രാജിവെപ്പിച്ചില്ലെങ്കിൽ അവർ താഴെ ഇറങ്ങുന്ന ശക്തമായിട്ട് സമരവുമായി കോൺഗ്രസും UDF മുന്നോട്ട് പോകും. ഇന്ന് തന്നെ ഇവിടെ വാങ്ങിക്കുന്ന പലരും ഇന്ന് പോലീസ് മർദ്ദനമേറ്റവരാണ്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ മുഴുവൻ സമരങ്ങളുടെ ഒരു വേദിയായിട്ട് തന്നെയായിരിക്കും. ഒരുപാട് പേർക്ക് മർദ്ദനം വെച്ചിട്ടുണ്ട്. പലരും ചോരയിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ചിത്രങ്ങളാണ് ചാനൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം നടത്തിച്ചു പറയാം, ഈ ഒരുപാട് നേതാക്കന്മാരിലോട് ഞാൻ മറ്റു ദീർഘമായി സംസാരിക്കുന്നത് KPC പ്രസിഡന്റ് ഏതാനും ദിവസങ്ങൾക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് പാർട്ടി ശക്തമാണ്. ഒരു മനസ്സോടുകൂടെ നമ്മൾ മുന്നേറിയതിന്റെ മെച്ചമാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് നിലമ്പൂർ, നാളെ കേരളം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ, തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്കിത്തവണ നേടണം. അതിന്റെ പ്രവർത്തനങ്ങൾ മേഖല തിരിച്ച്, ശ്രീ ബാലദേവിയുടെ നേതൃത്വത്തിൽ മേഖല തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കൃഷ്ണനാഥ് പടയൊക്കെ ജോലി ചെയ്തതാണ്. അതേ വർഷം പ്രസിഡന്റായപ്പോൾ ഞാനിപ്പോൾ കോർപ്പറേഷൻ ജോലിയാണ് നോക്കുന്നത്. കോർപ്പറേഷൻ പിടിക്കുക, പഞ്ചായത്ത് പിടിക്കുക, ജില്ലാ പഞ്ചായത്ത് പിടിക്കുക. ഈ ജില്ലയിൽ നിന്നും 9 കുറയാത്ത MLA-മാരെ നമുക്കൊന്നുണ്ടാകും. ഞാൻ പറയുന്നത് ഒരു സീറ്റും കളയുന്ന സീറ്റില്ല, 14 സീറ്റുണ്ട്. ഞാൻ മിനിമം 9. കാരണം മറ്റു ജില്ലകളൊക്കെ എന്തെങ്കിലും ക്ഷീണമാണ്, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ 2011 നമുക്ക് ഇവിടുന്ന് ആദ്യം 8, പിന്നെ പയ്യ ലക്ഷം വന്നപ്പോൾ 9. ആ സംഖ്യയാണ് കേരളത്തിൽ UDF ഭരണം കൊണ്ടുപോകുന്നത്. നമുക്ക് ശക്തമായി മുന്നേറിയാൽ നമുക്ക് വിജയിക്കാൻ, ജനങ്ങൾ നമ്മളെ വിജയിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന ആവേശം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വോട്ട് ചേർക്കുന്നതിന് നന്ദി. നിയമസഭയിലേക്കും ലോക്കൽ ബോഡിയിലേക്കും വോട്ട് ചേർത്തുകൊണ്ട് പരമാവധി വോട്ടർമാർ. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അനിൽകുമാർക്ക് നിലമ്പൂരിൽ ഒരു വോട്ട് ചേർത്തു. അവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ 3 ഇലക്ഷൻ നടന്നു. ഒന്ന് പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക്, അത് കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടും കഴിഞ്ഞ് അസംബ്ലിയിൽ വരുമ്പോൾ അപ്പോഴും വോട്ട് ചേർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. 10,000 വോട്ട് ചേർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭയ്ക്ക് ശേഷം ചേർത്തിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ചേർക്കണം. ചേർത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ തലസ്ഥാനം ഇത്തവണ UDF-ന്റെ കയ്യിൽ നിൽക്കും. തലസ്ഥാനം UDF-ന്റെ കയ്യിൽ നിന്നാൽ കേരളം UDF ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് അനാവശ്യമായിട്ട് വിവാദങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ ഡെസ്കോളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഗൗരവത്തിലുള്ള കാര്യം പറയുന്നത്, ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറഞ്ഞത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യരുത്. അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. ആ കുഴിയിൽ നമ്മൾ വീഴരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 5 കൊല്ലമായി വൈസ് ചാൻസലറില്ലാത്ത യൂണിവേഴ്സിറ്റി അവിടെ മാറിയിരിക്കുന്നു. തലസ്ഥാനത്തുള്ള പല കുട്ടികളും ഇന്ന് വിദേശത്താണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ജനപ്രതിനിധികളുണ്ട്. ഒരു ദിവസം നമ്മളൊരു വീട്ടിൽ വരണത്തിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാരം വരെ മക്കൾ വരുന്നവരെ കാത്തിരിക്കാറിപ്പോ. എന്താ, മക്കളൊക്കെ വിദേശത്താണ്.
ഞാൻ ചോദിക്കാൻ എന്തിനാണ് മക്കളെ വിദേശത്തേക്ക് അയച്ചാൽ ചോദിക്കുകയാണ്, എങ്ങനെ അയക്കാതിരിക്കും? പരീക്ഷ നടക്കുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിൽ? പരീക്ഷ പാസ്സായ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വൈസ് ചാൻസലറുണ്ടോ? അതിന് ബാലരാമയുടെ ഒരു ചിത്രമുണ്ടാക്കി ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ പരാജയങ്ങളുടെ ചിത്രം വയ്ക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത്. അതിന് ഗവർണറും കൂട്ടുനിൽക്കുന്നു. അല്ലെങ്കിൽ ആലോചിച്ചു, ഇത്രയും ആരോഗ്യ രംഗത്തെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഗവർണർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത് സർക്കാരിനോട് എതിർപ്പുകാരനാണോ സർക്കാരിനെ സഹായിക്കാനാണോ എന്നാണ് എന്റെ സംശയം. ഞാൻ അപ്പോഴേക്ക് അറ്റൻഷൻ അങ്ങോട്ട് പോയി, പക്ഷേ അത് നടന്നില്ല. അപ്പോഴേക്കും കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ലിങ്ക് കൂടും. ഏതായാലും പിണറായി ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകളുടെ കണ്ണീര് വീണാൽ അതിന് ശാപം ഉണ്ടാവും. ആശാവർക്കന്മാരുടെ കണ്ണീര്, പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര്, ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് മനസമാധാനത്തോടെ അങ്ങേക്ക് കടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ. പണ്ട് ചൊല്ലുണ്ട്, വെള്ളം പെട്ടാൽ ബ്രഹ്മനും ചെറുത്തുകൂടാ എന്നൊരു ചൊല്ലും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ആശാവർക്കന്മാർ വരുമ്പെട്ടാൽ പിണറായിക്ക് പോലും തടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി. അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങണം. അതിന് പാർട്ടിക്ക് കരുത്ത് നൽകുന്ന ഒരു കൺവെൻഷനായി ഇതിനെ മാറ്റിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് അദ്ദേഹത്തിനെ സഹായിച്ച നിങ്ങളെല്ലാവരും, ബൂത്ത് പ്രസിഡന്റുമാർ വരെയുള്ളവരുടെ കഠിനാധ്വാനമാണ് ഈ ജില്ലയിൽ പാർട്ടിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തീർച്ചയോടുകൂടെ മുന്നേറിയ ഞാൻ ഒരിക്കൽ കൂടെ അനുഭവിച്ച് പറയുന്നു, ആന്റിയോ വിജയം നമ്മുടേതായിരിക്കും. അത് എല്ലാവരും ഒരുമിച്ച് നീങ്ങാതെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാവിധ വിജയാശംസകൾ നേരുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് വേദിയിലേക്ക് കടന്നു വരികയാണ്. കോട്ടയത്ത് പോയി മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ച്, അടൂരിൽ നമ്മുടെ ബ്ലോക്ക് ഹൗസിൻ്റെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്.